ഇങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ എനിക്കിങ്ങനെ ഇരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു സിനിമ ഡയലോഗാ ഓർമ്മ വരുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ അകം ചെറുതാണെങ്കിലും അകത്ത് നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഈ ലോകം വിശാലമാണ്. നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രങ്ങളും ഓർമ്മകളും ചിന്തകളൊക്കെ വ്യത്യസ്തമായിരിക്കും അല്ലേ? വ്യക്തിപരമായ കാര്യങ്ങളിൽ അത് കുഴപ്പമില്ല, നമ്മുടെ മാത്രം സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഒരു ഗ്രൂപ്പിനൊപ്പം ചേർന്ന് നമ്മളൊരു കാര്യം തീരുമാനിക്കുമ്പോൾ എൻ്റെ ചിന്തകൾക്കും അഭിപ്രായങ്ങൾക്കും മുൻതൂക്കം കൊടുക്കണം എന്ന് പറയുന്നത് മോശമല്ലേ? ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ എല്ലാവരും കൂടി ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. രാവിലെ 6 മണിക്കാണ് നമ്മൾ സമയം നിശ്ചയിച്ചത്. അപ്പോൾ കുറച്ചാളുകൾ, ഒരു 3-4 ആളുകൾ മാത്രം കുറച്ച് വൈകി ഒരു 9 മണിക്കാണ് എത്തുന്നത്. ഒരു പക്ഷേ അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു തിരക്ക് വന്നിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ എന്നെ കൂട്ടാതെ ഇവരെങ്ങനെയാണ് ഈ യാത്ര പോവുക എന്ന് ഞാൻ കാണട്ടെ എന്നുള്ളൊരു ചിന്തയാവാം. ഞാനാണ് ഈ ഗ്രൂപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള്, ഞാനില്ലാതെ എന്ത് യാത്ര എന്നൊരു ആറ്റിറ്റ്യൂഡും ആകാം. പക്ഷേ എന്ത് തന്നെ ആയാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെ കാത്ത് ഒരു കൂട്ടം ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അതിൽ കുഞ്ഞുങ്ങളും പ്രായമായവരും മരുന്ന് കഴിക്കുന്നവരും ഈ പരിപാടിക്ക് ശേഷം മറ്റു പലതും പ്ലാൻ ചെയ്തവരൊക്കെ ഉണ്ടാകാം. ഇതൊക്കെ തകിടം മറിയും. ഇതിപ്പോ നിങ്ങൾ ആദരിക്കുന്ന ഒരു ചടങ്ങാണെങ്കിൽ കുഴപ്പമില്ല. എത്ര നേരം വൈകി വന്നാലും അവർ ചിരിച്ച മുഖത്തോടു കൂടി ഒരു മാലയും പൊക്കയൊക്കെ തന്ന് ഒരുപാട് ക്യാമറ കണ്ണുകൾ നിങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടാവും. ഇവിടെ അങ്ങനെയല്ല സിറ്റുവേഷൻ. ചില ആളുകൾക്ക് നിങ്ങളെ കൈവയ്ക്കാൻ വരെ തോന്നും. അതുകൊണ്ട് ഒരു ഗ്രൂപ്പിനൊപ്പം ചേർന്ന് ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ഞാനാണ് വലുത്, എന്നെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്ന മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിവെക്കുക. നമ്മളിലൂടെ അത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തും. എന്നെ കഴിഞ്ഞേ ബാക്കിയുള്ളവരുള്ളൂ എന്നൊരു ചിന്ത. അപ്പോൾ അതൊക്കെ നമ്മുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളിൽ, നമ്മുടെ വ്യക്തിപരമായ തീരുമാനങ്ങളിൽ മാത്രം. ഒരു ഗ്യാങ്ങിനൊപ്പം ചേരുമ്പോൾ നമ്മൾ മെജോറിറ്റിക്ക് വേണം പ്രാധാന്യം കൊടുക്കാൻ. ഓക്കെ.